നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തിരഞ്ഞെടുത്തു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്ക് തുടരുന്നുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതുക്കാട്ടെ ട്രെയിൻ യാത്രക്കാരുടെ സൂചനാ സമരം. പറപ്പൂക്കര പഞ്ചായത്ത് 4-ാം വാർഡിൽ റോഡ് ടൈൽ വിരിച്ച് നവീകരിക്കുന്നതിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ ഷീ വർക്ക് സ്പേസിന്റെ ഗവേണിംഗ് ബോഡിയിൽ എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ബ്ലോക്ക് ഭരണസമിതി തള്ളിയതോടെ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. 30 കോടി ചെലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ നിയമാവലിയെ ചൊല്ലി തർക്കം ബ്ലോക്ക് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. തിങ്കളാഴ്ച രാവിലെ ചേർന്ന ബ്ലോക്ക് ഭരണസമിതി യോഗത്തിൽ നിന്നാണ് കോൺഗ്രസ് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, സതീഷ് സുധീർ, മിനി ഡെന്നി പനോക്കാരൻ എന്നിവർ ഇറങ്ങിപ്പോയത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. പദ്ധതിയുടെ നടത്തിപ്പിനായി തയ്യാറാക്കിയ ബൈലോ ഭരണസമിതി അംഗീകാരത്തിനായി എടുത്തപ്പോഴാണ് തർക്കവും തുടങ്ങിയത്. ബ്ലോക്ക് പ്രസിഡന്റ്, വർക്ക് സ്പേസ് കെട്ടിടം പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പറും പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മെമ്പറുമാണ് ഗവേണിംഗ് ബോഡിയിലുള്ളത്. എന്നാൽ നിയമാവലി തിരുത്തണമെന്നും ഗവേണിംഗ് ബോഡിയിൽ മുഴുവൻ ബ്ലോക്ക് മെമ്പർമാരെയും ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം. ഭരണപക്ഷം ഈ ആവശ്യം നിരാകരിച്ചു. തുടർന്ന് ആവശ്യം വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചത്. 1000 പേർക്ക് നേരിട്ടും 500 പേർക്ക് പരോക്ഷമായും തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പിനായി സ്വകാര്യ ഏജൻസി തയ്യാറാക്കിയ ബൈലോ പ്രകാരമാണ് ഗവേണിംഗ് ബോഡിയെ നിശ്ചയിച്ചതെന്നും രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് LDF പറയുന്നത്. എന്നാൽ പകുതിയോളം പൂർത്തിയായ പദ്ധതിയുടെ നിർവഹണ സമിതിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട ഭേദഗതി LDF ഭരണസമിതി ആസൂത്രിതമായി തള്ളിക്കളയുകയായിരുന്നുവെന്നും പദ്ധതിയുടെ നടത്തിപ്പിനുള്ള ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡും CPM കേന്ദ്രമാക്കാനുള്ള നീക്കമാണ് ഭരണസമിതി നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ആരോപണം. ഇവിടുത്തെ ഭരണസമിതി, LDFന്റെ ഭരണസമിതി തള്ളിക്കളഞ്ഞിരിക്കുക. LDFന്റെ ആ ഭരണസമിതി അത് അവരുടെ ഒരു കേന്ദ്രമായി മാറ്റുന്നതിനുള്ള ഒരു ബൈലോയാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ 3 പ്രാവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനത്തിലുള്ള അവാർഡ് കിട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് സമിതിക്കെതിരെ 30 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കേരളത്തിനല്ല ഇന്ത്യക്ക് മാതൃകയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 1000 പരം വരുന്ന വനിതകൾക്ക് തൊഴിൽ നൽകുന്ന ഈ പദ്ധതി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിലുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തിരഞ്ഞെടുത്തു. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം. ഇത് 8ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനാകുന്നത്. ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതിർമയിയും നേടി. മികച്ച നടനുള്ള പ്രത്യേക പരാമർശത്തിന് ടൊവിനോ തോമസും ആസിഫ് അലിയും അർഹരായി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ചിദംബരം നേടി. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് ചിദംബരത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം. മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിന് പുരസ്കാരം പ്രേമലു നേടി. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് കരസ്ഥമാക്കി. സയനോരയും ബാസി വൈക്കോ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം നേടി. മികച്ച പിന്നണി ഗായികയായി സെബാ ടോമിയെയും മികച്ച പിന്നണി ഗായകനായി KS ഹരിശങ്കറിനെയും തിരഞ്ഞെടുത്തു. മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയർ, മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, മികച്ച ഗാനരചയിതാവ് വേടൻ, മികച്ച തിരക്കഥ ലാജോ ജോസ്, അമൽ നീരദ്,
മികച്ച ഛായാഗ്രഹൻ ഷൈജു ഗാലിദ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾക്ക് അർഹമായത്. തൃശൂർ രാമനിലയത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്ക് തുടരുന്നുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പലയിടത്തും ആഴത്തിൽ കുഴി എടുത്തിട്ടുണ്ടെങ്കിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ഇത് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്നുവെന്നും കളക്ടർ തിങ്കളാഴ്ച കോടതിയിൽ വ്യക്തമാക്കി. ദേശീയപാതയിലെ ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. പാലിയേക്കര ടോൾ പിരിവ് തുടരാമെന്ന് കഴിഞ്ഞ മാസം 17-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗതാഗതക്കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും തുടരുകയാണെന്ന് കളക്ടർ അറിയിച്ചത്. ടോൾ പിരിക്കാൻ അനുമതി നൽകിയ ഉത്തരവ് തുടരുമെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിലെ ടോൾ പിരിവ് ഇടപ്പള്ളി മുതൽ അങ്കമാലി വരെയാക്കി ചുരുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയെത്തി. കഴിഞ്ഞ ഓഗസ്റ്റ് 9-ന് ടോൾ പിരിവ് നിർത്തിവച്ചതിനു ശേഷം ഒക്ടോബർ 17-നാണ് പിരിവ് പുനരാരംഭിക്കാൻ കോടതി അനുവാദം നൽകിയത്. കളക്ടർ അധ്യക്ഷനായ ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം റോഡ് ഗതാഗതം സുഗമമല്ല എന്നാണ് കളക്ടർ അറിയിച്ചത്. സർവീസ് റോഡുകളുടെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ റോഡ് തകർന്നിട്ടുണ്ട്. മഴ പെയ്ത സമയത്ത് വെള്ളക്കെട്ടുണ്ടായി. പലയിടത്തും ഗതാഗത കുരുക്ക് തുടരുന്നു എന്നും കളക്ടർ അറിയിച്ചു. തുടർന്ന് ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സമയാസമയം പാലിക്കാനും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്താണ് ഗതാഗതക്കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ടോൾ പിരിവ് അങ്കമാലി ഇടപ്പള്ളി മേഖലയിൽ മാത്രമായി ചുരുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ദേശീയപാത നിർമ്മാണം സംബന്ധിച്ച നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ ഹർജിക്കാരിലൊരാൾ കൂടിയാണ് ഷാജി കോടങ്കണ്ടത്ത്. ടോൾ പിരിവ് പുനരാരംഭിച്ചെങ്കിലും ഗതാഗതക്കുരുക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതുക്കാട്ടെ ട്രെയിൻ യാത്രക്കാർ സൂചനാ സമരം നടത്തി. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. PG മോഹനൻ, വർഗീസ് തെക്കേത്തല, അരുൺ ലോഹിതാക്ഷൻ, V വിജിൻ വേണു, പ്രദീപ്, സൈജൻ എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് മണ്ഡലത്തിലെ യാത്രക്കാർക്ക് പുറമെ ചേർപ്പ്, മാപ്രാണം മേഖലയിലെ യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ട്രെയിനിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും തൃശൂർ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും നിവേദനം നൽകിയിട്ടും സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഇനിയും സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടിയില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക, 2ാം പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ആവശ്യവും യാത്രക്കാർ ഉന്നയിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് 4-ാം വാർഡിൽ 50 ലക്ഷം രൂപ ചിലവിൽ റോഡ് ടൈൽ വിരിച്ച് നവീകരിക്കുന്നതിന്റെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. കാർത്തിക ജയൻ, CU സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തീരദേശ റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ടാണ് ടൈൽ വിരിക്കുന്നത്. വെണ്ടൂരിൽ പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തൊട്ടടുത്ത ഖാനയിലേക്കും മറിഞ്ഞു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോസ്റ്റ് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായതോടെ KCB അധികൃതർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ലൈഫ് കാര്യക്ഷമതാ പുരസ്കാരം നേടി അളഗപ്പ നഗർ പഞ്ചായത്ത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 216-ൽ 180 ഭവനങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. ലഹരിക്കെതിരെ വനിതാ നൈറ്റ് മാർച്ച് നടത്തി മുപ്ലിയം കസവ് വനിതാവേദി. ചാലക്കുടി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കസവ് വനിതാവേദി പ്രസിഡന്റ് സിമി വിജയ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, സെക്രട്ടറി നിവേദ്യ സജിൽ, ട്രഷറർ അനു മനോജ് എന്നിവർ പ്രസംഗിച്ചു.
വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്നിനെതിരെ കുടുംബങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഇതിൻ്റെ ആരാധ്യയായ അധ്യക്ഷ ബഹുമാനപ്പെട്ട സിമി വിജയൻ, സ്വാഗത പ്രാസംഗിക നിവേദ്യ സജീവ്, അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികസന ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച തലോർ ദീപ്തി സ്കൂളിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനാകും. 95 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സ്കൂൾ സമുച്ചയത്തിലെ 25 വേദികളിലാണ് മത്സരങ്ങൾ. 7-നാണ് സമാപനം. ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ചൊവ്വാഴ്ച രാവിലെ 9-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട AEO MS രാജീവ് പതാക ഉയർത്തും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നവംബർ 7 വരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സേവിയേഴ്സ് UP സ്കൂൾ, സെന്റ് ആന്റണീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ജനറൽ വിഭാഗം, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം എന്നീ 3 ഭാഗങ്ങളിലായി LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 7000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 11 സ്റ്റേജുകളിലായാണ് കലാമാമാങ്കം അരങ്ങേറുന്നത്. തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൊടകര ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മലേഷ്യൻ ട്രിപ്പ് വിജയിക്ക് സമ്മാനദാനം നടത്തി. കപ്പിൾസിനായി ഒരുക്കിയ മലേഷ്യൻ ട്രിപ്പിന് സതി ബാലചന്ദ്രനാണ് അർഹയായത്. വിജയിക്ക് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാന വിതരണം ചെയ്തു. ചടങ്ങിൽ ഇഷാര MD സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ഇഷാര ഗോൾഡിൻ്റെ ഈ റാഫിൾ ഡ്രോയില് സതിക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ഒരു പ്രൈസ് കിട്ടിയത്. മലേഷ്യയിലേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി പറക്കാനുള്ള ഒരു ചാൻസ് മിസ്റ്റർ രാജൻ്റെ നേതൃത്വത്തിൽ കിട്ടി. വളരെ സന്തോഷമുണ്ട്. ഇനി ഇഷാര ഗോൾഡ് ഇനിയും കുറേ ഉന്നതിയിലേക്ക് പോട്ടെ. പുതിയ ഷോറൂമിന് എല്ലാ ഭാവങ്ങളും തരുന്നു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ പുതുക്കാട് ഏരിയ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വിൻസെൻഷ്യൽ മെഡിക്കൽസിന്റെ ശാഖ മണ്ണമ്പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണമ്പേട്ട പരിശുദ്ധ മേരി ഇമാക്കുലേറ്റ് പള്ളിക്കു സമീപം അന്ന ഷോപ്പിംഗ് സെന്ററിൽ ആരംഭിച്ച സ്ഥാപനം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ നാഷണൽ കൌൺസിൽ പ്രസിഡന്റ് ജൂഡ് മംഗൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജിക്സൺ താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ജെയ്സൺ പുന്നശ്ശേരി ആദ്യ വിൽപ്പന നടത്തി. സൊസൈറ്റി ഓഫ് വിൻസെന്റ് ഡി പോൾ തൃശൂർ സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി പ്രസംഗിച്ചു. And having a medical shop to help the people get on a low margin cost. So I wish and request all the members to support the mission and be all together and help the people for the better life. Thank you. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, പിന്നെ ഇതിന്റെ എല്ലാ വക നടത്തിപ്പിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ വ്യക്തികളും. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് നന്ദിപുലം 20-ാം വാർഡിൽ കുടുംബ സംഗമം നടത്തി. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ MP വിൻസെന്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സോബി മുല്ലക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രാധിക സുരേഷിനെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന, കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, പുതുക്കാട് നിയോജക മണ്ഡലം UDF ചെയർമാൻ KL ജോസ്, DCC സെക്രട്ടറി ഡേവിസ് അക്കര, അനിൽ കുനിയത്ത, ഗോപാലകൃഷ്ണൻ, ജ്യോതിഷ്, സാൻഡോ എന്നിവർ പ്രസംഗിച്ചു. ശ്രദ്ധേയമായ രാഷ്ട്രീയമായ വലിയ ചിന്താഗതികളുള്ള ഈ പ്രദേശം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ദരിദ്രരുടെ രാത്രി വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിക്ക് പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ തിരുമേനി, നടുവം ഹരി, ക്ഷേത്രം പ്രസിഡന്റ് രത്നം മോഹനൻ, സെക്രട്ടറി TP ബാബു എന്നിവർ സന്നിഹിതരായി. ആലത്തൂർ ആനന്ദപുരം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. വാർഷിക പൊതുയോഗം ബിന്ദു G മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. M ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സുനിൽകുമാർ, മനോജ് കാരേക്കാട്ട്, മഹേഷ് മേനോൻ, സിന്ധു ശരവണൻ, പ്രേമ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും നടത്തി.
സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. 2025 ഒക്ടോബർ 25 ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് അവസരം. പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനാണ് അനർഹരെ ഒഴിവാക്കുന്നതിനും നിലവിലുള്ള ഉൾക്കുറിപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും നവംബർ 4-5 തീയതികളിൽ അപേക്ഷിക്കാം. പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാവുന്നതാണ്. ഇനി കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നവംബർ 15 വരന്തരപ്പള്ളിയിൽ സിറ്റിംഗ് നടത്തുന്നു. മുൻ വർഷം അംശാദായം ഓൺലൈൻ മുഖേന അടയ്ക്കാത്ത അംഗങ്ങളുടെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ്, ഫോൺ നമ്പർ എന്നിവ സിറ്റിംഗിൽ ഹാജരാക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487238675. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. വരന്തരപ്പള്ളി മാടമ്പി ചോനേടൻ തോമസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോളിയാണ് ഭാര്യ. സ്തുതിൻ, സ്റ്റെനിൻ എന്നിവർ മക്കളും അഖില മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തിരഞ്ഞെടുത്തു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്ക് തുടരുന്നുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതുക്കാട്ടെ ട്രെയിൻ യാത്രക്കാരുടെ സൂചനാ സമരം. പറപ്പൂക്കര പഞ്ചായത്ത് 4-ാം വാർഡിൽ റോഡ് ടൈൽ വിരിച്ച് നവീകരിക്കുന്നതിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും Nctv ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.